ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 102 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നിർമ്മിതമാം 12 ഗോപുരം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം, കണ്ടാനന്ദിച്ചിടാ നിത്യമായി വാണിടാ, കണ്ടാനന്ദിച്ചിടാ നിത്യമായി വാണിടാ. എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ, എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചത് ശുശ്രൂഷ വൃന്ദം 1 അപ്പോസ്തലൻ, 2 പ്രവാചകൻ, 3 എഫേസ്യർ 4 അധ്യായം തന്നെ സുവിശേഷകർ അല്ലെങ്കിൽ സുവിശേഷകൻ, ഇംഗ്ലീഷിൽ ഇവാഞ്ചലിസ്റ്റ് എന്നാണ്. ക്രമപ്രകാരം 3 ശുശ്രൂഷയാണ് സുവിശേഷകൻ. സുവിശേഷകന്റെ ദൗത്യം വലിയ ഉത്തരവാദിത്വം ഉള്ളതാണ്. അദ്ദേഹം ഒരു പ്രാർത്ഥന മനുഷ്യനായിരിക്കണം. നമ്മുടെ കേരളത്തിലാന്ന് തോന്നുന്നു ഈ സുവിശേഷകനെന്നോ ഇവാഞ്ചലിസ്റ്റ് എന്നോ പറയുന്നത് ഏറ്റവും താഴ്ന്ന ഒരു ശുശ്രൂഷയാകുന്നു എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇതൊരു വലിയ ശുശ്രൂഷ തന്നെയാണ്. ക്രമം അനുസരിച്ച് നോക്കിയാൽ പാസ്റ്ററുടെ മുകളിലുള്ള ഒരാളാണ് ഇവാഞ്ചലിസ്റ്റ്. ഇവാഞ്ചലിസ്റ്റ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പാസ്റ്റർ ആകത്തില്ല. പാസ്റ്റർ കുറച്ചു നാൾ കഴിഞ്ഞ് ഇവാഞ്ചലിസ്റ്റുമായില്ല. ദൈവം സഭയിൽ നിയമിച്ചിരിക്കുന്നു എന്നാണ് 1 കൊരിന്ത്യർ 12:28 പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സുവിശേഷകൻ ഒരു പ്രാർത്ഥന മനുഷ്യനായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 8 അധ്യായം ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു. അവിടെ ശ്രദ്ധിക്കണം, ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് അവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ജനങ്ങൾ കണ്ടു. അവിടെ പറയുന്നത്, ആ സുവിശേഷൻ അവിടെ കടന്നു ചെന്നപ്പോൾ ഭൂതങ്ങൾ അലറിയോടി. ഒരു സുവിശേഷകൻ ഒരു നാട്ടിൽ ചെന്നാൽ ഭൂതങ്ങൾക്കറിയാം ഇവിടെ നിൽക്കാൻ പറ്റിയല്ലെന്ന്. പക്ഷപാതക്കാർ, മുടന്തുള്ളവർ സൗഖ്യമായി. സുവിശേഷകൻ ഒരു രോഗശാന്തി വരം കൂടെയാണ് കൊടുത്താണ് ദൈവം വിടുന്നത്. ഇവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഒരിടത്തെ നിന്ന് പ്രവർത്തിക്കുന്നവരല്ല. അവരുടെ പ്രവർത്തനം കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോയിരിക്കണം. ഇതാണ് ഒരു സുവിശേഷകനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ശമരിയയിൽ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. ശമരിയ പട്ടണം അനേകർ യേശുവിനെ അറിയുവാനിടയായി തീർന്നു. അങ്ങനെ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ താൻ അല്പനേരം പ്രാർത്ഥനയ്ക്ക് സമയമെടുത്തു. അപ്പോസ്തല പ്രവൃത്തി 8 അധ്യായം 26 വാക്യം. അവിടെ പറയും, നീ എഴുന്നേറ്റ് ഗസയ്ക്ക് ഉള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു. ഇതെന്താ ഗസ? ഗസ എന്ന് പറഞ്ഞാൽ ഒരു ശവപ്പറമ്പാണ്. ശിംശോൻ കണ്ണ് അവർ പൊട്ടിച്ച് അവർ ഗസയിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. അവനെ അവിടെ കാരാഗ്രഹത്തിൽ മാവ് പൊടിക്കുന്ന ജോലി കൊടുത്തു.
അവന്റെ ശക്തി എല്ലാം നഷ്ടപ്പെട്ടു. ഈ സ്ഥലമാണ് ഗസ, നമ്മുടെ ഇപ്പോഴത്തെ ഗാസ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ ചരിത്രം പറയുന്നത്, ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം 28 വാക്യം, അവന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു. ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്തരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന സ്വർഗം കേട്ടു. അവിടെ താഴോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ശിംശോൻ ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രവും അതുള്ള പ്രഭുക്കന്മാരും സകല ജനത്തിന്റെ മേലും വീണു. അവരെല്ലാവരും മരിച്ചുപോയി. അതുകൊണ്ട് ആ സ്ഥലത്തൂടെ ആരും യാത്ര ചെയ്യല. ഒരു ശവപ്പറമ്പാണ്. ദൈവത്തിന് ദൂതം പറഞ്ഞു പോകാൻ പറഞ്ഞു. ഫിലിപ്പോസ് അതിനു വേണ്ടി തയ്യാറായി മുന്നോട്ട് പോകണം. നടന്നു പോകുന്ന ഫിലിപ്പോസ് ഇതാ ഐത്യോപ്യയിലെ രാജ്ഞിയുടെ ഒരു മന്ത്രിയായിരിക്കുന്ന ഷണ്ണൻ തേരിൽ യെരുശലേമിൽ പോയിട്ട് ബൈബിൾ വായിച്ചു കൊണ്ടുവരുന്നു. ഫിലിപ്പോസ് ചോദിച്ചു, വായിക്കുന്നത് വല്ലതും മനസ്സിലാകുന്നുവോ? ആ മനുഷ്യന്റെ മറുപടി, ഒരുത്തൻ പൊരുൾ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? നടന്നുപോയ ഫിലിപ്പോസ് ഇതാ രഥത്തിൽ യാത്ര ചെയ്യുന്നു. കുറച്ചു മുൻപോട്ട് പോയപ്പോൾ ഷണ്ണൻ പറഞ്ഞു, ഇതാ വെള്ളം, സ്നാനമേൽക്കുന്നതിൽ എന്ത് വിരോധം? കർത്താവ് യേശു വിശ്വസിച്ചാൽ വിശ്വസിക്ക, യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവരിരുവരും വെള്ളത്തിലിറങ്ങി ഷണ്ണനെ സ്നാനപ്പെടുത്തി. ഷണ്ണം വേണമെങ്കിൽ തൻ്റെ രാജ്യത്തെ കൊണ്ടുപോകുമായിരുന്നു. ആ ദൈവഹിതമല്ല. സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ അവിടെ വായിക്കുന്നത്, പരിശുദ്ധാത്മാവെ അവനെ എടുത്തു. പരിശുദ്ധാത്മാവനെ നേരെ എടുത്ത് വളരെ അകലമുള്ള അസ്തോദിൽ എത്തിച്ചു. ഇതിനകത്ത് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ആ സുവിശേഷം നടന്ന് ദൈവത്തിന്റെ വാക്ക് കേട്ട് മനുഷ്യരാരും യാത്ര ചെയ്യാത്ത പ്രദേശത്ത് പോയപ്പോൾ ദൈവം അവനെ മാനിച്ചു. അവനെ രഥത്തിൽ കയറ്റി. പിന്നെ ഒരു വായുവിൽ കൂടെ പറത്തി. വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഹെലികോപ്റ്റർ പോലെ ഇവനെ നേരെ അസ്തോദിൽ കൊണ്ടിറക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കുക. വിശ്വാസിയായിരുന്നാലും പാസ്റ്ററായിരുന്നാലും ആരായിരുന്നാലും ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിന്നാൽ ഇതിനെ ഉയരങ്ങളിൽ എത്തിക്കുന്ന ഒരു ദൈവമാണ്. അല്ലാതെ ഇപ്പോഴത്തെ ആളുകൾ പറഞ്ഞോണക്ക് അനുഗ്രഹം എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ്, കളിപ്പീരാണ്. എന്ന അനുഗ്രഹങ്ങളുണ്ട് വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചാൽ. എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊള്ളുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഉണരുക, പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ അംഗമായാൽ വലിയ ഉണർവുണ്ടാകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.